സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ട് കേൾക്കും, പാട്ടുകൾ ഇഷ്ടമാണ്. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ കിണ്ടാണ്ടം, ഇതിനർത്ഥമില്ല. സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ടാസ്വരപുരുക്കി പാടടി സരിഗമ ഹെച്ചുകെട്ട മൃദംഗത്തിൽ എട്ടുകെട്ട ശ്രുതികിട്ട് പക്കാല കച്ചേരി പാടടി പതിരിസ എന്നാണ്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന പാട്ടിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഔസേപ്പ് ബച്ചൻ ഒരുക്കിയ ഒരു പാട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള പാട്ട്. അപ്പോൾ അതിൻ്റെ അനുപല്ലവിയിൽ വരുന്ന ഒരു വരിയാണ് മുത്തം വയ്ക്കാൻ എത്തുന്നുണ്ടേ കന്നത്തിൽ. പക്ഷേ ഈ കന്നത്തിൽ പലരും കേട്ടതും പാടിയതും പല്ലക്കിൽ എന്നാണ്. അതിൻ്റെ കവർ വേർഷൻസിൽ ഉൾപ്പെടെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കേൾക്കാം മുത്തം വയ്ക്കാൻ എത്തുന്നുണ്ടേ പല്ലക്കിൽ നിന്ന്. പക്ഷേ ചിത്രചേച്ചി അതിൽ കൃത്യമായിട്ട് കന്നത്തിൽ നിന്ന് തന്നെ പാടിയിട്ടുണ്ട്. ഈ ഒരു തെറ്റ് വരുത്തുന്നതിനെ പറ്റി ചിത്രചേച്ചി തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ പാട്ടിനെ പറ്റിയിട്ടുള്ള ഒരു രസകരമായ പാട്ട് പറഞ്ഞത്. എൻ്റെ പേര് ദിവാകൃഷ്ണ എന്നാണ്, ദിവാകൃഷ്ണ വിജയ്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ് സ്ഥലം. പാട്ട് വർത്താനം തുടങ്ങുന്നതിന് മുൻപ് ആരായിരുന്നു ചോദിച്ചാൽ ആരുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ജോലികൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നൈറ്റ് വാച്ച്മാനായിട്ട് പോയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല പല മേഖലകളിൽ മാറി 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 പ്രവർത്തിച്ചെങ്കിലും നമ്മുടെ മനസ്സ് സിനിമയിലായിരുന്നത് കൊണ്ട്, സംവിധാനത്തിലായിരുന്നത് കൊണ്ട് എല്ലാത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവസാനം ഒരു ഷോർട്ട് ഫിലിം, അതാണല്ലോ സിനിമയിലേക്കുള്ളൊരു വഴി നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ. അപ്പോൾ അങ്ങനെ നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്തു 2019. അപ്പോൾ അത് അത്യാവശ്യം ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിന് കുറേ അവാർഡ്സൊക്കെ കിട്ടി. അതിൽ അഭിനയിച്ച ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി 2018 ഉണ്ട്. നമ്മുടെ ഫോൺ പേയുടെ പരസ്യത്തിൽ ദുൽഖറിനെ തടഞ്ഞു നിർത്തുന്ന ട്രാഫിക് കോൺസ്റ്റബിളായിട്ട് വരുന്ന പുള്ളി. അപ്പോൾ പുള്ളിക്ക് അതിന് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നീയൻ സർഗ സൗന്ദര്യമേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്. പിന്നെ അതിനുശേഷം മീശ മീനാക്ഷി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അത് യൂട്യൂബിൽ ഏകദേശം 10-15 ലക്ഷത്തോളം വ്യൂസ് വന്നു. അപ്പോൾ അതിൽ MG ശ്രീകുമാർ സാർ ഒരു പാട്ട് പാടി, ഹരിശങ്കർ ഒരു പാട്ട് പാടി. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു 1-2 ഷോർട്ട് ഫിലിംസും കുറച്ച് മ്യൂസിക് വീഡിയോസും ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയറക്ടർ ആയി വന്നുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് പാട്ട് വർത്താനം തുടങ്ങുന്നത്. സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ട് കേൾക്കും, പാട്ടുകൾ ഇഷ്ടമാണ് എന്നുള്ളൊരു ബന്ധമേ ഉള്ളൂ. പലരും ഞാൻ ഈ പാട്ടിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഞാനൊരു ഗായകനാണോ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ആ ഒരു മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു അറിവുമില്ല. പിന്നെ എഴുതാറുണ്ട് പാട്ടുകൾ. ഒരു 3-4 പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മ്യൂസിക് വീഡിയോസിനും ഷോർട്ട് ഫിലിംസിനും വേണ്ടി തന്നെ. ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ റീൽ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ഈ പാട്ട് കോടമഞ്ഞിൻ താഴ്വരയിൽ പാട്ടിൻ്റെ ഒരു റീലാണ് ആദ്യമായിട്ട് കയറി വൈറൽ എന്നൊക്കെ പറയാവുന്ന പോലെ ആവുന്ന ഒരു 1 മില്യൺ വ്യൂസൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആദ്യ സമാഗമമായി യാമിനി വ്രീളാവതിയായി എന്ന് പറഞ്ഞൊരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ഈ വ്രീളാവതി എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ളൊരു റീലായിരുന്നു അത്. അതാണ് ആദ്യം ഒരു ഹിറ്റാവുന്നത്. ഞാൻ ഈ ബമ്പട്ട് കുടുങ്ങി എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട് ചന്ദ്രനദിക്കുന്ന ദിക്കിലെ പാട്ടിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് എസ് രമേശൻ നായർ സാറാണ് ആ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയുടെ മകൻ മനു രമേശൻ ചേട്ടൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷേ പുള്ളി പറഞ്ഞത് രതീഷ് അമ്പാട്ടാണ് ഈ വാക്ക് കൊണ്ടുവന്നത് എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ രതീഷ് അമ്പാട്ടിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ അറിയായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിയുടെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, ഇവിടെ വിദേശത്ത് സ്വിറ്റ്സർലാൻഡിലോ ഇവിടെ കണ്ടോ ആയിരുന്നു. അപ്പോൾ പുള്ളി തിരിച്ച് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ളൊരു ക്ഷമ നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വേറൊരാൾ വിളിച്ചിട്ട് ലാൽജോ സാറിൻ്റെ നമ്പർ വാങ്ങിയിട്ട് ലാൽജോ സാറിന് ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു പാരഗ്രാഫ് തന്നെ ടൈപ്പ് ചെയ്ത് സാർ ഞാൻ പാട്ട് വർത്താനം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. പുള്ളി എൻ്റെ ചില റീൽസ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും, ഈ വെരിഫൈഡ് ലൈക്കൊക്കെ. അപ്പോൾ ലാൽജോ സാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ പിന്നിൽ പറയാമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അന്ന് തന്നെ രാവിലെ ഒരു 11 മണിയായപ്പോൾ മെസ്സേജ് അയച്ചു. പുള്ളി ഒരു ഉച്ചയ്ക്ക് 3 മണിയും കണ്ടാണ് അത് കാണുന്നത്. കണ്ടിട്ട് അപ്പോൾ തന്നെ ഒരു 4-5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വലിയ വോയിസ് നോട്ട് ഫുൾ ആ പാട്ട് എങ്ങനെയാണ് തുടക്കം, അതിൽ ഈ വാക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് വരുന്നൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ബമ്പാട്ട് കുടുങ്ങി എന്ന് പറഞ്ഞാൽ മിടുക്കി പെൺകുട്ടി എന്നർത്ഥം വരുന്ന കന്നഡ വാക്കാണത്. ആ പാട്ടിൻ്റെ കമ്പോസിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വിദ്യാസാഗറും എസ് രമേശൻ നായരും ഉണ്ട്. അപ്പോൾ ഒരു കന്നഡ വാക്ക് വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. കാരണം ഇതൊരു കന്നഡ അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ലാൽ ജോസ് പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ആ സമയത്ത് രതീഷ് അമ്പാട്ട് പിന്നീട് കമ്മാര സംഭവമൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്.
അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു അർത്ഥം വരുന്ന വാക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയാണ് ഈ വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അത് കേട്ടപാടെ എസ് രമേശൻ നായരും ഓക്കെ, വിദ്യാസാഗറും ഓക്കെ, അങ്ങനെയാണ് ആ വാക്ക് ആ പാട്ടിൽ വരുന്നത്. താങ്കൾ മലയാള സംഗീത ശാഖയിൽ നിന്നിട്ട് ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ഇത്തരത്തിലുള്ള ചില വാക്കുകളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. അയ്യോ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നോക്കുകയാണെങ്കിൽ ഠുമ്രി എന്ന് പറഞ്ഞൊരു വാക്ക്, അതും ഇതേപോലെ ആദ്യം ചെയ്ത വീഡിയോസിൽ ഒരെണ്ണമായിരുന്നു. ചന്ദനമണി സന്ധ്യകളുടെ പാട്ടിന് ഇടയിൽ വരുന്ന നീ എനിക്ക് തുമ്പിയായി എന്നാണ് എല്ലാവരും ആ പാട്ട് പാടിക്കൊണ്ടിരുന്നത്, ഞാനുൾപ്പെടെ. അപ്പോൾ അത് തുമ്പിയല്ല, ഠുമ്രി എന്നുള്ളൊരു വാക്കാണ് ശരിക്കും ഗിരീഷ് പുത്തഞ്ചേരി അതിൽ എഴുതിയിട്ടുള്ളത്. ഠുമ്രി എന്ന് പറഞ്ഞാൽ ഈ ഗസൽ ഖയാലൊക്കെ പോലെ ഒരു പാട്ട് പാടുന്ന ഒരു വോക്കൽ സംഗീത ശൈലിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അത് കുറച്ചുകൂടെ പോപ്പുലർ. അപ്പോൾ അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ സ്വയം ട്രോളെന്ന് കണ്ടിട്ടുണ്ട്, ഒരു തമിഴ് നടനുമായിട്ടുള്ള മുഖസാമ്യം. അത് അഭിമാനത്തോടുകൂടി പലപ്പോഴും അത് എക്സ്പോസ് ചെയ്യാറുണ്ട്. അഭിമാനം എന്നല്ല, അത് ഒരുപാട് പേര് കളിയാക്കിയപ്പോൾ നമ്മൾ തന്നെ സ്വയം കളിയാക്കി കഴിഞ്ഞാൽ അതവിടെ നിൽക്കുമല്ലോ. മൻസൂർ അലിഖാൻ്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കോളേജ് കാലം മുതലേ, കോളേജ് കാലത്തൊക്കെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ചിട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അപ്പോഴേ ആ പുള്ളിയായിട്ടുള്ളൊരു സാമ്യം പലരും പറയാറുണ്ട്. ഇൻ ഹരിഹർ നഗറിലെ പാട്ട് ഉന്നം മറന്ന് തെന്നിപ്പറന്ന, അപ്പോൾ സിദ്ദിഖ് സാറ്, ഫാസിൽ സാറാണല്ലോ സിദ്ദിഖ് ലാലിൻ്റെ ഗുരു. അപ്പോൾ ഫാസിൽ സാറും പുള്ളിയുടെ ഒരു ഫ്രണ്ടുമായിട്ട് കമ്പോസിങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയും, അപ്പോൾ എസ് ബാലകൃഷ്ണനാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. അപ്പോൾ പുള്ളി ഇട്ട ട്യൂണ് കേട്ടിട്ട് ഈ ഫാസിൽ സാറിൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞ് ഇത് ഇളയരാജയുടെ ഒരു പാട്ടാണ് എന്ന് പറയുകയും, തത്വം തളാങ്ക് തത്വം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് രാജാ സാറിൻ്റെ, വെற்றி വിഴയാണെന്ന് തോന്നുന്നു പടം. അപ്പോൾ ആ പാട്ടുമായിട്ട് ഇതിനൊരു ഛായയുണ്ട് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ബാലകൃഷ്ണൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്കിത് മാറ്റാം, ട്യൂണ് മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ലാലുമാർ ഉറച്ച് നിന്നതാണ്, ആ മാറ്റമൊന്നും വേണ്ട, അങ്ങനെ വലിയ സാമ്യമൊന്നുമില്ല, നമുക്ക് ഈ പാട്ട് തന്നെ, ഈ ട്യൂൺ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ ഉറച്ചു നിന്നതിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഗംഭീരമായ പാട്ട് നമ്മൾ മലയാളികൾക്ക് കിട്ടുന്നത്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം. അതാണ് ആ പാട്ട് ഉണ്ടായതിന് പിന്നിലെ കഥ. ഞാൻ കൂടുതലും ചെയ്യുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ കേട്ട് വളർന്ന സാഹചര്യങ്ങളിൽ ഞാൻ അധികം കേട്ടിട്ടുള്ള പാട്ടുകളെ പറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പഴയ പാട്ടുകൾ ഞാൻ കേൾക്കില്ല എന്നല്ല, പക്ഷേ ഈ 90s, ഞാനൊരു 90s ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വന്ന പാട്ടുകളുമായിട്ടാണ് നമുക്ക് ഇമോഷണലി കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്. പഴയ പാട്ടുകൾ ചെയ്യുന്നുണ്ട്, ചില എങ്ങനെ നീ മറക്കുംലെ പാട്ടൊക്കെ ചെയ്തിരുന്നു, ദേവദാരു പുത്തു അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ ചില പാട്ടുകൾ ലിസ്റ്റിലുണ്ട്, അതിനി വരും. പിന്നെ അത് ഇതേ ആരോപണം തന്നെ 2K കിഡ്സും ആരോപിക്കുന്നുണ്ട്. കാരണം 2010 ശേഷം വന്ന പാട്ടുകളൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ 90s കിഡ്സും മറ്റുള്ളവർ നമുക്കെതിരാകും. അപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പോക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളെല്ലാം ഏകദേശം അങ്ങനെയാണ്. പുള്ളി ചില വിട്ടുവീഴ്ചകളൊക്കെ പാട്ടിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പാട്ടുകളും കേൾക്കുന്നവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അത് ചവറായിട്ട് മുദ്ര കുത്തപ്പെട്ട ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചന്ദ്രലേഖയിലെ പാട്ടുണ്ട്, ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം എന്ന് പറഞ്ഞിട്ട്, എന്താണ് ഈ കിണ്ടാണ്ടം, ഇതിനർത്ഥമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വന്ന ഒരു പാട്ടാണത്. പക്ഷെ ആ കിണ്ടാണ്ടത്തിന് ശരിക്കും അർത്ഥമുണ്ട്. നമ്മൾ ശബ്ദധാരാവലി എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കിണ്ണാണം, കിണ്ടാട്ടം എന്നൊക്കെ വാക്കുകൾ അതിലുണ്ട്. അതേ വാക്ക് തന്നെ പണ്ട് വയലാർ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട്. മിണ്ടാപ്പെണ്ണി കിണ്ടാണ്ടം എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ടുണ്ട്. അപ്പം അത് കിണ്ടാണ്ടത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എന്തുവാണ്, അറിയാവുന്ന കാര്യത്തെ പറ്റി കുത്തി കുത്തി ചോദിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശരിക്കും ആ പാട്ടിൻ്റെ വരികൾ ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം. ശരിക്കും ചന്ദ്രലേഖ സിനിമയിൽ തുടക്കത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ നായിക ആദ്യം നായകനെ കാണുമ്പോൾ ചെയ്യുന്ന കാര്യമാണത്. രഹസ്യം അറിയാൻ വേണ്ടി കുത്തി കുത്തി ചോദിക്കുകയാണ് നായിക ചെയ്യുന്നത്. അതാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ വരികളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പലരും മനസ്സിലാക്കാതെ പുള്ളിയെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗീതത്തെക്കാൾ പാട്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഇപ്പൊ FIR, അതുപോലെ സേതുരാമയ്യർ CBI. ഇപ്പൊ FIRന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോ അതേതോ പാവയുടെ സൗണ്ടാണത്, അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എടുത്ത് BGM വെച്ചിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതേ സാധനം തന്നെ ഷാജിഖേല സാർ തന്നെ ആ ഇന്റർവ്യൂവിൽ തന്നെയാണ് പറയുന്നത് തോന്നി. കമ്മീഷണറിന്റെ BGM വന്ന വഴി പുള്ളി പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ആ സമയത്ത് തമിഴ്നാട്ടിലൂടെ പുള്ളി ചെന്നൈയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട ഒരു ട്യൂണാണ് കമ്മീഷണറിൻ്റെ BGM ആയിട്ട് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. ആ സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, തമിഴ്നാട്ടിലുള്ള മുഴുവൻ പേര് കേട്ടുള്ള ഒരു ട്യൂണാണത്. സൺ TV-യുടെ വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ഭൂഗോളം കറങ്ങുന്ന അപ്പോഴുള്ളൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കമ്മീഷണറിലെ BGM പുള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജാമണിയുടെ അടുത്ത് പറഞ്ഞത്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കഥയാണ്. എനിക്ക് തോന്നുന്നു കൈതപ്രത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പുള്ളി ഏത് ജനറേഷന് വേണ്ടിയും പാട്ട് എഴുതും. നമുക്ക് പുള്ളിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ
പുള്ളിയെ പറ്റിയിട്ട് നമുക്ക് ഇദ്ദേഹം ഒരു തിരുമേനി, ഓക്കെ, അങ്ങനെ ഒരു ഇമേജ് നമുക്കുണ്ടാവും. പക്ഷേ പുള്ളി എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ സിത്താറിൽ തരഫിട്ട് അത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. തെങ്കാശി പട്ടണത്തിലെ ഒരു സിംഹമലയും കാട്ടിൽ, അതിനിടയിൽ വരുന്ന ആ റാപ്പ് പോർഷൻസ് പുള്ളി സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ടാസ്വരം ഒരുക്കി പാടടി സരിഗമ ഹെച്ചുകെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതികിട്ട് പക്കാല കച്ചേരി പാടടി പതിനിസ എന്നാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരാൾ ഒരേ സമയം പുള്ളി ലജ്ജാവതിയും എഴുതും, അതേസമയം കരുണത്തിലെ പാട്ടുകൾ ചെയ്യും, ശാന്തത്തിലെ പാട്ടുകൾ ചെയ്യും. അപ്പം അങ്ങനെ ഭയങ്കര വെർസറ്റൈലായിട്ടുള്ളൊരു ആളാണ് കൈതപ്രസാദ്. 80കളിൽ എഴുതിയിട്ട് പുള്ളി ഈ 2020കളിൽ എഴുതിയ ഹൃദയത്തിലെ പാട്ട് പോലും ദർശനമൊക്കെ പാടാത്ത ഇപ്പോഴത്തെ പിള്ളേരില്ല. അപ്പോൾ അത്രയും കാലഘട്ടങ്ങൾ തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് കൈതപ്രം. റിസർച്ച് കൂടുതൽ നമ്മൾ കേട്ടും മനസ്സിലാക്കിയും വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പണ്ടെപ്പോഴെങ്കിലും കേട്ടതായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് അറിയില്ലായിരിക്കും. അപ്പം നമ്മൾ അവരുടെ ഇൻ്റർവ്യൂസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പിപ്പോവുകയും അപ്പോൾ അതിലവരിത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അതിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ബേണി ഇഗ്നേഷ്യസ് സാറിനെ ഇതേപോലെ ഒരു ബിനുരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ പുള്ളി വഴി ഞാൻ ബേണി ഇഗ്നേഷ്യസ് സാറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ കൊന്നരി എങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു സാധനം എടുത്തത്. അപ്പം അതുപോലെ നമ്മൾ കേട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവാണ് ഒരു 10-15 വർഷമായിട്ട്. അപ്പോൾ ഈ മ്യൂസിക് സർക്കിളുകളിലും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സർക്കിൾസിലും ഒക്കെ വരുന്ന കമൻസിലും ഒക്കെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നടുത്ത് നിന്ന് ഇന്ന കിട്ടിയതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ മൈൻഡിൽ കയറിയിട്ടുള്ള സാധനങ്ങളാണ്. അതിലെ കുനുകുനെ പാട്ടിനിടയിൽ ശശിലേഖയെ നീ പുൽകി പുൽകി ചേരും ശശികാന്തക്കല്ലായിപ്പോയൻ മാനസം തുളസി തീർത്ഥം കിനിയും ഗംഗ കൊണ്ട് കൊണ്ടവച്ച ശിഖരം. ആ ഗംഗ കൊണ്ട് കൊണ്ടവച്ച ശിഖരം എന്നുള്ള വാക്ക് അതത്ര ഒരു ക്ലിയർ അല്ല, അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. അത് പലരും എന്തോ കേട്ടു പാടി വിട്ടു എന്നുള്ളതാണ്. പക്ഷെ അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ട് ബാക്കി വരികളും കൂടെ കണക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ പോർഷൻ എഴുതിയിരിക്കുന്നത് ശരിക്കും ഭഗവാൻ ശിവന്റെ ആ ഒരു കൊണ്ടയും അതിൽ നിന്ന് വരുന്ന ഗംഗാ നദിയും അതിന് പകരമായിട്ട് നിന്നെ എനിക്ക് കൊണ്ടു തന്നു എന്നാണ് നായകൻ പാടുന്നത്. ഇത് എൻ്റെ ശൈലിയാണിത്. ഞാനിത് ശൂന്യതയിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ചെന്ന് അവർ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അടുത്തിരുന്ന് കണ്ടുപഠിച്ചതൊന്നുമല്ല. ഇങ്ങനെ ഒരു ശൈലിയിൽ പറയുന്നത് കൊണ്ടാണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഒരുപാട് പേര് പറയുന്നത്. ഇപ്പം പലർക്കും അറിയാവുന്നുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, പക്ഷേ അത് നമ്മുടേതായിട്ടുള്ളൊരു ശൈലിയിൽ പറയുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്ന് എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട്. തമിഴിൽ ചെയ്ത ഒരെണ്ണമാണ് ഈ സംഗമം സിനിമയിലെ പാട്ട്. ആ പാട്ട് ഇടയ്ക്ക് മാമന്നൻ്റെ ഓഡിയോ ലോഞ്ചിൽ വടിവേലു പാടിയിട്ട് അത് ഭയങ്കര വൈറലായിരുന്നു. ഊരുക്കാടും കലയിങ്ങൻ തന്നെയും മറപ്പാൻ എന്ന് പറഞ്ഞിട്ട് വടിവേലു പാടി. അപ്പോൾ അത് സംഭവം അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് സംഗമം സിനിമയിലെ പാട്ടാണ്. അത് MS വിശ്വനാഥൻ, മ്യൂസിക് ഡയറക്ടർ MS വിശ്വനാഥനാണ് അത് പാടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. റഹ്മാൻ്റെ സംഗീതത്തിൽ MS വിശ്വനാഥൻ പാടിയ പോർഷൻസ് ആണ് അത്. അപ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് MSV റഹ്മാൻ്റെ സ്റ്റുഡിയോയിലിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിത് പാടാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. പക്ഷെ പോകുമ്പോൾ റഹ്മാൻ്റെ സ്റ്റുഡിയോ ഫുൾ അലങ്കാരവും ഡെക്കറേഷനും ഒക്കെ കണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അന്ന് റഹ്മാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഒരു നോ പറഞ്ഞൊരു വിഷമാക്കണ്ട എന്നുള്ള രീതിയിൽ പുള്ളി പാടുന്നതാണ്. പക്ഷെ പുള്ളിയെ കൊണ്ട് ഒരുപാട് ടേക്സ് പുള്ളിക്കാരൻ എടുപ്പിച്ചു, പാടി കഴിഞ്ഞിട്ട് ഒന്ന് കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ റഹ്മാൻ പറഞ്ഞു ഇല്ല സാർ അതിന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി MSV3 പഴയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടോ, അപ്പോൾ പുള്ളിക്ക് നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് വിചാരിച്ച് പുള്ളി പോയി. അപ്പോൾ അവർ ഭയങ്കര ഒരു സാധാരണ കൊടുക്കുന്ന ഒരു ശമ്പളത്തിനേക്കാൾ കൂടുതൽ ശമ്പളം പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളി എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചു, ഓക്കെ ഇവർക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല, പാട്ട് പടത്തിൽ വരില്ല, അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇത്രയും ഹൈ റെമ്യൂണറേഷൻ തന്നത് എന്നൊക്കെ പുള്ളി ചിന്തിച്ചു. ഇത് SPBയോട് പുള്ളി ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SPB തന്നെ ഇതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇതിൻ്റെ ഒരു ഔട്ട്കം വന്നപ്പോഴത്തേക്കും പുള്ളി തന്നെ ഞെട്ടിപ്പോയി, MSV തന്നെ ഞെട്ടിപ്പോയി. കാരണം പുള്ളി ഇങ്ങനെയാണോ പാടിയത്, അല്ലെങ്കിൽ പുള്ളി പാടിയതിനെ റഹ്മാൻ ഏത് രീതിയിലാണ് അത് എൻഹാൻസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കണ്ടിട്ട് പുള്ളി ഞെട്ടിപ്പോയി. ആ പാട്ടാണ് സംഗമം സിനിമയിലെ പാട്ട്. മഴത്തുള്ളി മഴത്തുള്ളി മണ്ണിൻ സംഗമം. ആ പാട്ടിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻസാണ്.